സോ തറവാടികൾ പറഞ്ഞ അടുത്തൊരു തറവാടി വീഡിയോയിലേക്ക് എല്ലാ തറവാടികൾക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ മൈൻക്രാഫ്റ്റ് കേരള നാട്ടിലെ ജീവിതം സർവൈവൽ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യമായിട്ടാണ് ഒരു സീരീസ് 9ാമത്തെ ദിവസത്തിലേക്ക് എത്തിക്കുന്നത്. പ്രൗഡ് ഓഫ് മീ ഗൈസ്. അല്ലാണ്ട് നിങ്ങളെ ഞാനെന്തൊരു പ്രൗഡാണ്. എടാ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സോംബീസ് പോണതായ അടക്കട്ടെ, അതിൻ്റെ അകത്ത് ചാടിപ്പോരാനൊന്നും പോകുന്നില്ല. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഒന്ന് ഒരു ബെഡ്റൂം അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഡോഗി കാം, യെസ്, ഗുഡ് ഡോഗി. എവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ സൗണ്ട് കേട്ടില്ല ഇപ്പോൾ. ആ ഗൈസ്, നമുക്ക് വേണ്ട എന്തെങ്കിലും തരുമോ നോക്കാം. ചു അടക്ക് അക്കേഷ്യ മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് വേണ്ടതായിട്ട് വാട്ടർ ബോട്ടിൽ കൊടുത്താൽ എമറാൾഡ് തരും. വേണം, നമുക്ക് വേഗം ഒന്ന് ചെയ്താളെ. അല്ല, ഇത്തരത്ത് കുറച്ച് മറ്റേ സാൻഡ് ഉണ്ടായില്ലോ, 3 സാൻഡൊക്കെ മതി, അത് മതിയാ. അതുമാതിരി നമുക്ക് സ്റ്റോണിൻ്റെ സ്ലാബ്, സ്റ്റോൺ അത്യാവശ്യം ഉണ്ടല്ലേ, എന്നാൽ വേണ്ട, ഇതൊരു 3 ബുക്ക് ചെയ്യാൻ വെക്കാം. ബേസിക്കലി ഞാൻ കോളിനെക്കാട്ടുതാണ് ഉപയോഗിക്കുന്നത്. അതിൽ പിന്നെ ഒരു ബ്രോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വുഡ് സ്ലാബ് ആക്കിയിട്ട് വെക്കും ബ്രോന്ന്. സോ നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെ, അതിപ്പോൾ അടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബോട്ടിലുണ്ടാക്കാൻ ഫർണസ് അല്ലേ വെക്കുന്നത്. ബോട്ടിലുണ്ടാക്കാൻ എന്താ ചെയ്യണ്ടേ? BOT 3 വേണം. ഓക്കെ, കറക്റ്റ് 3 മൂത്തുള്ള സാധനമുണ്ട്. 3 എടുത്ത് ഇവിടെ വെച്ച് ഇത് പോയി വെള്ളത്തിൽ മുക്കണം. അപ്പം കുറേ കുതിരകളുണ്ട് ഗൈസ്. ഹൈ, ഇതേ നമ്മുടെ കൃഷിയൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട്. നമ്മുടെ 3 കുപ്പി നിറഞ്ഞു. നോക്കിനി 1 2 കണ്ടോ, ഇവനാകെ കുറച്ച് സാധനമേ വാങ്ങുള്ളൂ. ബേക്ക്ഡ് പൊട്ടറ്റോ കൊടുത്താൽ ഇതാക്കുക. നമ്മുടെ അടുത്ത് പൊട്ടറ്റോ ഉണ്ടോ? ഇല്ല ഗൈസ്. ഞാൻ പറഞ്ഞ എന്ത് വിത്ത് തരുമോ? നമ്മുടെ വീട്ടിലെ കുതിരയൊക്കെ കയറി പോകുന്നു ഗൈസ്. അങ്ങനെ വിത്തും കാര്യങ്ങളൊന്നുമില്ല. പൊട്ടുപുല്ല്. അപ്പം നമ്മളടുത്ത് എത്രയാ? 3 4 അങ്ങനെ എന്തോ ആയി. യെസ്, നമുക്ക് ഈ കുപ്പി ഇവിടെ വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ കുതിരകളൊക്കെ എൻ്റെ മൈൻഡിൽ ഞാൻ വന്നു തരില്ല ഒരു പ്ലാൻ. ആ പ്ലാൻ ഞാനത് പോസിബിളാക്കി തരാം അൾട്രാടെക് കൊണ്ട്. ഫസ്റ്റ് നമുക്ക് കുറച്ച് കൂടി സ്ലാബ് ഉണ്ടാക്കാം. സ്റ്റോൺ എന്തെങ്ങനെയാണ് ഉണ്ടാക്കല് മറന്നില്ല. മതി. എന്നിട്ട് ഇതൊക്കെ സ്ലാബാക്കാം. ഒന്നുകൂടി ആക്കിയാലോ സ്ലാബാക്കെ. പരമാക്കിയത് അപ്പോൾ ഒന്നും കൂടി ആക്കിയാൽ സെറ്റായി. എന്നിട്ട് സ്ലാബാക്കാം. അപ്പോൾ ഒന്നും ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇത്ര സ്ലാബ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടാവും. എന്നിട്ട് ഇത് നമുക്ക് ഇവിടുന്ന് ഇത് പൊട്ടിക്കാം. വീണ്ടും ഞാൻ നാരായണത്തിൽ തന്നെ വേണ്ടി എടുക്കുകയാണല്ലോ. ആദ്യമാട്ടെ നമുക്കൊരുത്തെടുത്തിട്ട് പൂ നീങ്ങടാ. ഇത്ര 3 ആയില്ലേ? 1 2 ഇല്ല, ഒന്നുകൂടി. പെർഫെക്റ്റ്. ഓക്കെ,
നല്ല സാറ്റിസ്ഫിക്കേഷൻ തരുന്ന സൗണ്ടാണ്. എടാ യു ഡോഗി പോർക്ക്, ഓടുക, കമാൺ വാടാ. ഓക്കെ കേട്ടോ, സൗണ്ട് കേട്ടോ. ഹൈ, സാറ്റിസ്ഫിക്കേഷൻ ഓഫ് ദ ഇന്ത്യ. ഇവിടം വരെ ഇടണോ? അവിടെ വരണം. ഓക്കെ, ഇനി ഇത് അപ്പുറത്തും ഇതേ സാധനം കണ്ടിന്യൂ ചെയ്യാം. ഇവിടേക്ക് സ്ഥലമുണ്ടോ? അവിടേക്ക് പിന്നെ സ്ഥലത്തിന് ലേശം പരിമിതികളുള്ളൂ. ഇവിടെ എങ്ങനെയൊരു ഓക്കെ. നല്ല സൗണ്ട്. ഡോഗിനെ അപ്പോൾ സോംബി കൂട്ടിലേക്ക് ഇടേണ്ടിയില്ലോ. ഏടേ ഒരു അൻസറില്ലാത്ത ഡോഗി. അയ്യോ വേറെ സാധനം തരാം. അയ്യോ ബേസിക്കലി ഗൈസ്, ഞാൻ സാധാരണ വൈകുന്നേരമാണ് വീഡിയോ എടുക്കാറ്. എന്നിട്ട് വൈകുന്നേരം തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്യാറ്. ബട്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. സോ രാവിലത്തെ എൻ്റെ ഒരു കലവില സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും മേ ബി. കാരണം എന്താ വെച്ചാൽ എനിക്കിന്ന് വേറെ സ്ഥലത്ത് പോകാണ്ട്. സോ നിങ്ങളുമായിട്ടുള്ള ഡെഡിക്കേഷൻ കാരണം ഞാനത് ഗൈസ്. നമുക്കിനി കുറച്ച് സ്റ്റെപ്പ് കൂടി ഉണ്ടാക്കണം. സ്റ്റെപ്പായിട്ട് നമ്മുടെ വീടുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റെപ്പ് ഇപ്പോൾ ഗൈസ് നമുക്കിനി സ്റ്റോൺ വേണ്ടി വരും. സെറ്റാക്കാം. നമുക്ക് നോക്കാം. നമുക്ക് നമ്മുടെ സ്ലാബ് ആക്കിയിട്ടുള്ള ടെക്നിക്ക് ഒന്ന് നോക്കി നോക്കാം. താങ്ക് യു ബ്രോ ഫോർ ദ ടിപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ലോങ് വീഡിയോയും 3 ഷോർട്ട്സും ഇട്ടിട്ടുണ്ട് ഗൈസ്. ഡെഡിക്കേഷൻ ലെവൽ ഓൺ ദ പീക്ക്. ഡയറക്റ്റ് ഇനി ഉണ്ടോ കയ്യിൽ? കുറച്ചായിട്ടൊക്കെ കൈ കിടക്കുന്നത്. അപ്പുറത്തോടുണ്ടോ? വേണ്ട, ഇതുവഴി ഓവർ ഇതാ വിളിച്ചാണ്. ഇവിടെ സ്റ്റെപ്പിടൽ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഇടാം. ഈ ഡോഗി നോക്കാടെ ഇരുത്താം പൈസ. ഡോഗി കമോൺ. ഇത് നായല്ലേ, വെറുതെ നമുക്ക് നായത് വരുമോ? നായി സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നുണ്ട് സത്യത്തിൽ. ഇവിടെ അങ്ങനെ ഇടണോ? നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നല്ല ഇട്ട് കളയാം. അപ്പത്തി ഇവിടെ വേണം കേസ്. അത് ഇവിടെ വരെ ഇട്ടിട്ട് അല്ല ഇവിടെ നോക്കി അവിടെ നടക്കട്ടെ ഗൈസ്. നമ്മുടെ സൂര്യേട്ടൻ അസ്തമിക്കാൻ സമയമായി. അപ്പം ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ വാളില്ലേ, ഈ കൊബിൾ സ്റ്റോൺ അല്ല, ഈ സ്റ്റോൺ വാള് അതിടും. ഇത് കുറച്ചുകൂടി ഉണ്ടാക്കാം. സ്റ്റോൺ സ്റ്റെപ്പ് മതിയാവില്ല, അത് വെറുതെ ഇട്ട് തുടങ്ങാം. ബാക്കിയുള്ളതാകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇതിനെ കൊണ്ട് ഫെൻസ് ഉണ്ടാക്കണം. കോബിൾ സ്റ്റോൺ ചിലപ്പോൾ ഇത് മതിയാവില്ല ഗൈസ്.
രാവിലെ എനിക്ക് തോന്നുന്നത്. ഇപ്പം ആ സോംബീനൊക്കെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അവിടെ ഇടേണ്ടി വരുമല്ലോ. അതാണ് ഇടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കുന്നല്ലേ ഉള്ളൂ പോട്ടുപുല്ല്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 വേണ്ടിയില്ലേ? ബൈ ദ വേ നമ്മുടെ ബാംബൂ ഫോറസ്റ്റ് ഈസ് എ സക്സസ്. ഓ ഗൈസ്, ഇനി മോളെ വളരാൻ സ്ഥലമില്ല, ഇനി വളർന്നോളും. അങ്ങനെയുള്ള മുരടിച്ചു പോയതിനൊക്കെ നമുക്ക് കാട് വെട്ടിത്തളിച്ച് സ്ഥലം ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, അതിൽ ഇപ്പോൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ വളർന്ന മാതിരിയൊക്കെ ഉള്ളൊരു ഇല്യൂഷൻ നമുക്ക് കിട്ടും ഗൈസ്. ഫുഡില്ല, നമുക്കൊരു പരിപാടി ചെയ്യാം എവിടെയെങ്കിലും. യെസ്, ആട്ടുംകുട്ടൻ 1 അടി, ബാക്കി നമ്മുടെ ഡോഗി കുട്ടൻ ചെയ്തോടും. ഫുഡ് കാണാം ഇവിടുത്തെ കുറച്ചതുണ്ട്. എൻ്റെ ഡോഗിയുടെ ഡോഗിയുടെ ആട് കൊന്നു. ഒന്നുകൂടി കൊല്ലി. ഇവിടുത്തെ പകുതി ഇങ്ങോട്ട് ബോയ്. യാ ബോയ്, സെറ്റ്. ഇനി വേണോ എനിക്ക്? വിശപ്പ് മാറിയില്ലേ? ഇനി വേണം. വിശപ്പ് മാറുന്നില്ല, ആക്രാന്തം. ഓക്കെ, 13 16 ഇതിനകത്ത് ഇതാക്കി 8 എന്തായാലും വേണം. 8 ഈസ് കമ്പൽസറി. ഇനിയിപ്പോൾ അവിടുത്തെ കുറച്ച് കോബിൾ സ്റ്റോൺ കൂടിയിട്ടല്ലേ അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ റൂഫിങ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണിയാണുള്ളത്. അത് ബേസിക്കലി വലിയ പണിയില്ല. അമ്മാതിരി ഞാൻ ഈ മുന്നിൽ കുത്തിയ കാലിനൊക്കെ പകരം ഫെൻസ് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. ഇതെടുത്തൊരു സൗണ്ടൊക്കെ. ഓക്കെ, നമുക്കിനി ഇവിടെയൊക്കെ ഡയറക്റ്റ് പോകണം. നമ്മുടെ സോംബി മാമന്മാർ ഇവിടെ എവിടെയല്ലേ? എവിടെയാ? ഹേയ് സോംബി മാമന്മാർ, ബാക്കി അവൻ കത്തി തീർന്നു. XP എടുത്തിട്ട് പോവാം. XP ബബ്ബ. സോ ഓക്കെ, നമുക്ക് സോബിക്കൊക്കെ സ്പോൺ ആവാൻ കുറച്ചുകൂടി വലിയ സ്ഥലം ഉണ്ടാക്കി കൊടുക്കാം. വേണ്ട, പിന്നെ അത് ഇവിടെ കിടന്ന് പിന്നെ അലറാൻ തുടങ്ങും. ഒരു ടോർച്ച് എടുത്ത് നോക്കാം. സ്പോണായാൽ ഈ അലമ്പ. നമ്മൾ ഈ വീടിൻ്റെ മുകളിൽ എപ്പോഴും ഈ സോംബീൻ്റെ സൗണ്ട് കേൾക്കുമല്ലോ. സോ നമ്മളെപ്പോഴും അലേർട്ടായി നിൽക്കും. നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവില്ല. 37 വെച്ച് എല്ലാ പെണ്ണും നമ്മൾ. ഓക്കെ, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഞാനത് കുറച്ചിട്ടിരുന്നു. പിന്നെ എന്താണ് ഇത്രയും സൗണ്ടിലെന്ന് അറിയില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഇത് മുഴുവൻ താങ്ങിക്കുന്നത് ഈ പൂവാണ്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ചുകൂടി കോബിൾ സ്റ്റോൺ ബുക്കായിട്ടുണ്ടാവും. നമുക്കത് പിക്ക് ചെയ്യാം. സോ
ഇനിയിപ്പോൾ ഇതും മതിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിനി ഇങ്ങനത്തെ ഗേറ്റും എന്താ പറയുക ബ്രിക്ക് വാളും ഉണ്ടാക്കാനുണ്ട്. സോ ചിലപ്പോൾ അത് മതിയാവില്ല. ഈ സ്റ്റെയേഴ്സ് ഇപ്പോൾ ഇത് മതിയാവും ആണ് തോന്നുന്നത്. നമുക്കിവിടെ ഫെൻസ് വെച്ച് നോക്കി എങ്ങനെ ഉണ്ട് നോക്കിയാലോ. എനിക്ക് ഫെൻസ് ആയി കുറച്ച് ബെറ്റർ ഉണ്ടല്ലേ. അയ്യോ ഇവിടെ കുഴിയിൽ ഡയറക്റ്റ് ഓക്കെ അങ്ങനെ കട്ടെ. കല്യാണം ഡർട്ടുമില്ല. ഒരു ഡർട്ട് കിട്ടി. ഡർട്ട് എടുത്ത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാം. സോ നമുക്ക് ഇവിടെ ഈ ചാടി കിടക്കാം. ഇവിടെ ഇതിട്ടിട്ട് അങ്ങനെ കട്ടെ. പോട് കുഞ്ചി ഇവിടെ ഇങ്ങനെയാക്കാം. സെറ്റ്. അത് ഞാൻ താഴെ സോ ഇവിടെ സെറ്റായി. നമുക്ക് അവിടെ കുറച്ച് വുഡ് ഉണ്ട് ഗൈസ്. അവിടെ ഒരു വുഡിനുണ്ട്. വുഡ് നമുക്കിനി വലിയ ശമം ഉണ്ടാവില്ല. നമ്മളത്രയും 2-3 സ്റ്റാക്ക് കഴിഞ്ഞെടുത്ത് ഒരു സ്റ്റാക്ക് ബാക്കി. ഓക്കെ എല്ലായിടത്തും നമ്മൾ ഇത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് നേരെ പോയിട്ട് അയ്യോ ഡോർ ഉണ്ടാക്കാം. ആറെണ്ണം പെർഫെക്റ്റ് ആയിരിക്കും. ഡോറാണോ അക്കേഷ്യൻ ഡോറാണോ കുറച്ചൊരു ജാപ്പനീസ് സ്റ്റൈലാണ്. തൽക്കാലം നമുക്കിതിടാം. നമുക്ക് എപ്പോഴെങ്കിലും ഡാർക്ക് ഓക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കത് അപ്പം ചെയ്യാം. ഓക്കെ ഇനി ഒരു പ്രഷർ പ്ലേറ്റും വെക്കാം. പ്രഷർ പ്ലേറ്റ് 1 2 3 4 നല്ല അത് പുറമെ വെക്കൂല. പുറമെ വെച്ചാൽ സോംബി എല്ലാം കയറി നമ്മുടെ മേത്ത് ആറാടുകയാണ്. അത് നമുക്ക് തിരിഞ്ഞിന്ന് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഡോഗാണ് കുടുങ്ങി. കുടുങ്ങിയില്ല. പിന്നെ ഇവിടെ ഒരു പണിയെ വെച്ചിട്ട് നമുക്ക് പോവാം. കൊല്ലടാ കണ്ടാ ഈ ഡോഗിക്ക് ഒരു ഉത്തരവാദിത്തമില്ല. ഞാൻ ഇതിനെ മറ്റേ സെൻറ്ററിൽ കൊണ്ടാക്കാൻ പോവുക. ഞാനേ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഫ്യൂവൽ കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ഫ്യൂവൽ ഇട്ടെടുക്കാം. ഇതും ഫ്യൂവലാക്കാം. സ്ലാബ്. ബൈ ദ വേ ബ്രോ, താങ്ക്സ് ഫോർ ദ ഐഡിയ. അതാണ് നോക്കാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പോയിട്ട് കുറച്ചുകൂടി കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്ത് വരാം. ഇല്ലെങ്കിൽ നടക്കൂല. ബൈ ദ വേ നമ്മുടെ വീഡിയോ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്നും കാണാതെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ദാറ്റ് ഗൈസ്. അതും ഇതുമാതിരിയൊക്കെ തന്നെ ഫണ്ണാണ് ഗൈസ്. നിങ്ങളതും കാണൂ. അതുമാതിരി നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ ഒന്നുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. ഇതുവരെ നമ്മുടെ കെയ്വ് എവിടെയായിരുന്നു മറന്നുവല്ലോ. രാത്രിയായി. അതല്ല, ഇങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗൈസ് ഇവിടെ ഉണ്ട്. സോ നമ്മുടെ ബാംബു ഫോറസ്റ്റിൻ്റെ നമ്മൾ ഡയഗണലി ഇങ്ങോട്ട് വന്നാൽ മതി. അതാണ് അതിൻ്റെ ഒരു രീതി. സോ നമുക്ക് വേഗം പോയി ചാച്ചാം.
അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.